SNDPയെ NSS ആസ്ഥാനമായ പെരുന്നയിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. NSSുമായുള്ള ഐക്യത്തിന് SNDP യോഗം കൗൺസിൽ അംഗീകാരം നൽകിയെന്ന് വെള്ളാപ്പള്ളി നടേശൻ അറിയിച്ചതിന് പിന്നാലെയായിരുന്നു G. സുകുമാരൻ നായരുടെ പ്രതികരണം. NSSുമായി ഇനി പ്രശ്നങ്ങളൊന്നുമില്ലെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞത് നല്ല കാര്യമാണെന്നും സുകുമാരൻ നായർ വ്യക്തമാക്കി. വെള്ളാപ്പള്ളി നടേശനോട് സ്നേഹത്തോടെ നന്ദി പറയുന്നുവെന്നും തുഷാർ വരുമ്പോൾ മകനെ പോലെ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. അടിസ്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് NSS SNDPയെ സ്വാഗതം ചെയ്യുന്നുവെന്നായിരുന്നു സുകുമാരൻ നായർ പ്രതികരിച്ചത്. SNDPയും NSSും തമ്മിലുള്ള ഐക്യം ബലപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. തങ്ങളുടെ അടിസ്ഥാന മൂല്യങ്ങൾക്ക് കോട്ടം വരാത്ത രീതിയിൽ NSSും SNDPയും യോജിച്ചു പോകും. അവർ വരട്ടെ. അവർ വരുമ്പോൾ കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെ വേണമെന്ന് തീരുമാനിക്കും. അവരുമായുള്ള ചർച്ച കഴിഞ്ഞിട്ട് NSS ഡയറക്ടർ ബോർഡ് യോഗം വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളെല്ലാം അവിടെ വിശദീകരിക്കും. അവിടെ തീരുമാനമെടുത്തിട്ട് പറയും. ഐക്യമെന്നത് ഉറപ്പാണ്. NSSും SNDPയും ഹിന്ദു സമുദായത്തിലെ പ്രബല സമുദായങ്ങളാണ്. അവർ യോജിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അത് വെള്ളാപ്പള്ളി ഉന്നയിക്കുന്നു. നമ്മളത് സ്വാഗതം ചെയ്യുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഐക്യം തുടരും. NSS SNDP ഐക്യത്തിൽ ആശങ്ക രാഷ്ട്രീയക്കാർക്ക് മാത്രം. തുഷാർ വെള്ളാപ്പള്ളിയെ മകനെ പോലെ സ്വീകരിക്കും. പക്ഷെ രാഷ്ട്രീയ നേതാവായി പെരുന്നയിലേക്ക് സ്വീകരിക്കില്ല. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ശക്തമായ നടപടി വേണം. സ്വർണ്ണക്കൊള്ളയിൽ തെറ്റ് ചെയ്ത എല്ലാവരും ശിക്ഷ അനുഭവിക്കണം എന്നാണ് സുകുമാരൻ നായർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതേസമയം സുകുമാരൻ നായരുമായി ഉടൻ കൂടിക്കാഴ്ച ഉണ്ടാകുമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വ്യക്തമാക്കി. ഇന്ന് ആലപ്പുഴയിൽ ചേർന്ന SNDPയുടെ നിർണായക യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇക്കാര്യം അറിയിച്ചത്. തുടർ ചർച്ചകൾക്ക് തുഷാർ വെള്ളാപ്പള്ളിയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു.